ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന ചില മനുഷ്യരുണ്ട്. അവര് നമ്മുടെ ആരും ആയിരിക്കില്ല. എന്നാ പതുക്കെ പതുക്കെ അവര് നമ്മുടെ ജീവിതത്തിലെ ആരെല്ലാമോ കൈമാറും. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പലതും നമ്മളെ പിടിച്ച് കുലുക്കുകയും ചെയ്യും. അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പലപ്പോഴും അത് നമ്മുടേത് കൂടിയായി മാറും. അങ്ങനൊരു മനുഷ്യനാ സച്ചി. ഒരു സാധാരണ ഡ്രൈവർ. പക്ഷേ പരിചയപ്പെട്ട് സംസാരിച്ചു വന്നപ്പോ, അയാളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോ അയാളോട് എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി. എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അയാൾ ഇപ്പോഴും കാത്തിരിക്കുന്നത് അയാളുടെ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടിയാണ്. അയാളുടെ ഭാര്യയെ അയാൾ അത്രയേറെ സ്നേഹിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ ഇതുപോലെ അവസ്ഥയിൽ കിടക്കുമ്പോൾ എങ്ങനെ നമ്മുടെ കണ്ണ് നിറയാതിരിക്കും? സത്യത്തിൽ നിർഭാഗ്യവതി ആ ഭാര്യയല്ലേ? ആ സ്നേഹം അനുഭവിക്കാൻ അവർക്ക് പറ്റിയില്ലല്ലോ. നമ്മുടെ നാട്ടുകാരുടെ കാര്യമോ കഷ്ടം. സമൂഹത്തിന് പലപ്പോഴും ഒരു വേട്ടക്കാരന്റെ മനസ്സാണെന്ന് പറയാറുണ്ട്. ഇരയുടെ പ്രാണഭയമോ സങ്കടങ്ങളോ ഒന്നും ഭ്രാന്ത് പിടിച്ച സമൂഹത്തിന് മനസ്സിലാവില്ല. അതുപോലൊരു അവസ്ഥയിലൂടെ സച്ചിയും കുടുംബവും കടന്നു പോകുന്നത്. സ്വന്തം മരുമകൻ ഉൾപ്പെടെ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാ ആ സ്ത്രീയാണ് ഇത് ചെയ്തതെന്നും പറഞ്ഞ് ഈ സമൂഹം ആർത്തു വിളിക്കുന്നത്. സത്യത്തിൽ അവരുടെ കാര്യം ഓർത്തപ്പോ എനിക്ക് കഷ്ടം തോന്നി. ഇത്രയും പ്രായമായൊരു സ്ത്രീ, അതും ലോക്കപ്പിനുള്ളിൽ. ഇതിന് പിന്നിലെ ചതി എന്താന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല ഗൂഗിൾ. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അവസ്ഥ പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ. ഈ കേസിലും അവർക്ക് അനുകൂലമായിട്ട് വാദിക്കാൻ എനിക്ക് പറ്റില്ല. എങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. പക്ഷേ അതൊക്കെ വലിയ കടമ്പകളാ. പോലീസ് അന്വേഷണം വരണം, കേസ് കോടതിയിലെത്തണം. അതുവരെ ആ കുടുംബം നീറി കഴിയേണ്ടി വരും. ആരതി പറഞ്ഞത് വെച്ച് നോക്കിയാ അയാളൊരു സിംഗിങ് സ്റ്റേജില്ല. എന്നുവെച്ചാ മരണത്തിന് തൊട്ടു മുന്നിലെ ഹീസ് ബാഡ്ലി അഫക്റ്റഡ്. കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഗൂഗിൾ. ആ കുടുംബത്തിന് ഇങ്ങനെ ദ്രോഹിച്ചതിന് പിന്നിൽ ആരായിരിക്കും? അറിയില്ല. പോലീസ് കണ്ടുപിടിക്കുമായിരിക്കും. എന്തിനാന്നറിയില്ല. ഒരുപക്ഷെ ഗൂഗിള് പറഞ്ഞത് എന്നെ അത്രയ്ക്ക് ബാധിച്ചതുകൊണ്ടായിരിക്കും. ഇപ്പോ എന്റെ മനസ്സ് പ്രാർത്ഥിക്കുന്നത് അയാൾക്ക് വേണ്ടിട്ടാ.